ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തോ ഇപ്പം ഈ റിസോർട്ടിൽ ഞാൻ സിറ്റി പോകുന്നത് പറഞ്ഞു തരുമെന്ന്. ഗൈസ്, ആക്ച്വലി നമ്മൾ ആ ഒരു മല കയറാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു മല ഇറങ്ങി വരുന്ന സമയത്ത്. പിന്നെ ഗൈസ്, നമ്മൾ ക്രെയിനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് നമ്മൾ നേരെ സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോകും. അതിൻ്റെ എൻജിൻ മൊത്തം ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇറങ്ങി ഇങ്ങനെ ഗൈസ് അത്യാവശ്യം സ്പീഡായിരുന്നു ഗൈസ് നമ്മൾ വന്നത്. അപ്പം പിന്നെ വണ്ടി ഫുള്ള് ഇടിച്ച് അതിൻ്റെ എൻജിന് ചെറുതായിട്ടൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് അന്ന് പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഗൈസ് എന്നോട് ഇതുപോലെ ഒരാൾ വന്ന് പറഞ്ഞത് ഗൈസ് ഇവിടെ സുമതി വളം ഉണ്ട് നോക്കി ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സുമതി വളവിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം ഉള്ള സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇനി എന്തായാലും നേരെ നമ്മൾ സുമതി വളവിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, വണ്ടി ഫുള്ള് ചെളിയാണ്. ഓക്കെ, വണ്ടി ഫുള്ള് ചെളിയാണ് ഗൈസ്. നമ്മളാരും മല ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ വണ്ടി കാര്യങ്ങളൊന്നും കഴുകിയിട്ടില്ല. വണ്ടി ഫുള്ള് ചെളിയാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാനാണ്. കണ്ടോ ഗൈസ്, വണ്ടി മിക്കതും ചെളിയാണ് ഗൈസ്. വണ്ടി ഫുള്ള് ആ ഒരു മല കയറാൻ പോയ സമയത്ത് ഫുള്ള് ചെളിയായിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ സർവീസ് ആയിട്ടാണ് ഗൈസ് കൊണ്ടുപോയത്. എങ്കിലും പിന്നെ ആ ഒരു വണ്ടി ചെളിയായിട്ടുണ്ട്. ഗൈസ്, ഇനി എന്തായാലും ഗൈസ് നേരെ നമ്മൾ സുമതി വളവിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല ഗൈസ്, നാളെ നമ്മൾ തിരിച്ച് സിറ്റിയിലോട്ടായിരിക്കും ഗൈസ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ നേരിട്ട് 1 കിലോമീറ്റർ ഉള്ളൂ. 1 കിലോമീറ്റർ തികച്ചില്ല ഗൈസ്, അടുത്താണ് ഇവിടുന്ന്. അപ്പോൾ ഗൈസ്, ഇനി എന്തായാലും നമ്മൾ നേരെ സുമതി വളവിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല അതിൻ്റെ മണ്ടയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ടെൻ്റ് അടിച്ച് കിടക്കാം, അല്ലാതെ വണ്ടിക്ക് തന്നെ കടന്നുറങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ആ ഒരു മലയുടെ മണ്ടയിൽ സ്റ്റേ ആയിരിക്കും. ഓക്കെ, ആ ഒരു സുമതി വളം എന്ന് പറഞ്ഞ ഒരു മലയുടെ ആ ഒരു സൈഡായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ നമുക്ക് സ്റ്റേ അടിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സുമതി വളവ് എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ ഗായ്സ്, നമ്മളാണ് സുമതി വളവ് എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വഴിയാണ് ഗൈസ് നമ്മുടെ സുമതി വളവിലോട്ട് പോകുന്നത്. കണ്ടോ ഗൈസ്, ഈ ഒരു വഴിയാണ് ഗൈസ് നമ്മളിപ്പോൾ സുമതി വളവിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈവനിങ് ടൈമൊക്കെ ആണ്. ഏകദേശം ഇതൊരു ഈവനിങ് ടൈമാണ്. ഒരു 2:30 സമയമായതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇവിടുന്ന് എന്തായാലും നേരെയാണ് ഗൈസ് പോകേണ്ടത്. ഓക്കെ, ഈ ഒരു വളവുണ്ട്, ഒരു വളവുണ്ട് ഗൈസ്. അതാണ് ഗൈസ് നമ്മുടെ സുമതി വളവ് എന്ന് പറയുന്നത്. ഗൈസ്, ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ വേണ്ടി നിങ്ങൾക്ക് സുമതി വളവ് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അവിടെ ഗൈസ് കണ്ടോ ഗൈസ്, അതാണ് ഗൈസ് നമ്മുടെ സുമതി വളവ് എന്ന് പറയുന്നത്. ഗൈസ്, എൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി താരോട്ട് വീഴൊക്കെ പോയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ കൺട്രോളൊക്കെ ഒന്ന് ചെറുതായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത് മാത്രമേ നമുക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. ചെറുതായിട്ട് വണ്ടിയുടെ കൺട്രോളും പോകുന്നുണ്ട്, ചെറിയ പേടിയാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വളവ് നമ്മൾ ജസ്റ്റ് ഒരു സ്ലോമോ എടുക്കാനായിട്ട് നോക്കുകയാണ്. അത് സുമതി വളവേ വന്നിട്ട് നമ്മുടെ വണ്ടി ചെറുതായിട്ട് സ്ലോമോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ഗൈസ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗൈസ് എന്തായാലും സുമതി വളവ് വേണ്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ മണ്ട എത്തിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ് സുമതി വളവ്. ഗൈസ്, അവിടെ എത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പേടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രാത്രി ഇതൊരു ആരും അങ്ങനെ വരത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഇവിടെ നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് നമ്മുടെ സുമതി വളവ്. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഡ്രോൺ പറത്തി ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ സുമതി വളവ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഗൈസ് നമ്മുടെ സുമതി വളവ്. അപ്പോൾ ഗൈസ് ഇനി നേരെ നമ്മൾ എന്തായാലും മണ്ടയിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റേ അടിക്കുന്നത് ഇതിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് മണ്ടയിലോട്ട് ആണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി എന്തായാലും നേരെ മണ്ടയിലോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് വണ്ടി ചെറുതായിട്ടൊന്ന് തെഞ്ഞെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ് ഒരു കുഴപ്പമില്ല ഗൈസാണ്ട് ഗൈസ് നമ്മളൊരു വളവ് വളഞ്ഞ്. ഓക്കെ, ഇനി നേരെ പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ തണലത്ത് പാർക്ക് ചെയ്യാം. ഗൈസ് ഇവിടുത്തെ അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം ഗൈസ്. ഇവിടെ ചെറിയൊരു തണലും കാര്യങ്ങളുണ്ട്. അപ്പോൾ വണ്ടിക്ക് അധികം ചൂടൊന്നും അടിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഗൈസ് ഇതിൻ്റെ ടോപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇതിന് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് സുമതി വളവാന്ന് എനിക്ക് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. ഗൈസ് എനിക്ക് ചെറിയൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും വണ്ടിക്കകത്ത് തന്നെ കയറി കിടന്നൊന്ന് ഉറങ്ങാനായിട്ട് പോവാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങാം. അപ്പോൾ ഗൈസ് പിന്നെ ഇനി നമുക്ക് ഉറങ്ങിയ ശേഷം കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ ഉറങ്ങി എണ്ണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നേരെ നമ്മൾ റിസോർട്ടിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. ഗൈസ് എന്തെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ആദ്യം തീരുമാനിച്ചതെന്ന് വെച്ചാൽ നാളെ രാവിലെ നമുക്ക്
ഇവിടുന്ന് റിസോർട്ടിൽ പോയിട്ട് അവിടുന്ന് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് സിറ്റിയിലോട്ട് പോകാമെന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ നമുക്ക് നാളെ രാവിലെ ഗൈസ് വണ്ടി ഒന്ന് ഇടിച്ച് നമുക്ക് നാളെ രാവിലെ ഇവിടുന്ന് നേരെ അങ്ങ് നമുക്ക് സിറ്റിയിലോട്ട് പോയേക്കൊക്കെ. പിന്നെ ഇവിടുന്ന് ഇറങ്ങി പിന്നെ റിസോർട്ടിൽ പോയി അവിടെ നിന്ന് ബാഗ് എടുത്ത് പിന്നെ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ നമുക്ക് പോയിട്ട് ആ ഒരു ബാഗും കാര്യങ്ങളെടുത്ത് നമുക്ക് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇവിടുന്ന് നേരെ അങ്ങ് പോയാൽ മതി ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ രാവിലെ റിസോർട്ടിലോട്ടൊന്നും പോകുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലഗേജ് എടുക്കാനായിട്ട് റിസോർട്ടിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 5:30 സമയമായിട്ടുണ്ട്. ഓക്കെ, 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് അതിനെ വീടിട്ടും. അപ്പോൾ സുമതി വളവാണ് ഗൈസ്. ഇനി ചെറിയൊരു പേടിയുണ്ട്. അത് മാത്രമല്ല ഇപ്പം തന്നെ കണ്ടില്ല ഗൈസ്, വണ്ടി ചെറുതായിട്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ഗൈസ് നമ്മൾ നേരെ റിസോർട്ടിലോട്ടാണ്. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും നമുക്ക് റിസോർട്ട് എത്തിയ ശേഷം കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ എത്തിയതിന് ശേഷം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നേരെ നമ്മൾ സുമതി വളവിലോട്ടാണ് പോയിട്ട് പോകുന്നത്. അപ്പോൾ വണ്ടി ഒന്ന് ഇടിച്ച് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി വണ്ടി സർവീസ് ആയിട്ടാണ് പോകുന്നത്. കാരണം നമ്മളതിൽ ഇറക്കം സുമതി വളവ് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സർവീസ് ചെയ്തതിന് ശേഷം കാണാം. ഈ നേരെ നമ്മൾ സർവീസ് സെൻ്ററിലോട്ടാണ് പോയിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മൾ സുമതി വളവിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. ഗൈസ് ഇപ്പോൾ ഏതാണ്ട് ഒരു 8 മണി സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ആരും അങ്ങനെ സുമതി വളവിലോട്ട് പോകാറില്ല. വഴി പോലും ആരും പോകാറില്ല. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആദ്യമായിട്ട് രാത്രി സുമതി വളവിൽ പോകാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഒരു 8 മണിയോളം ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സുമതി വളവ്. ഗൈസ് സുമതി വളവ് എത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് പകലിനേക്കാളും അതായത് നമ്മൾ മുമ്പ് വന്നതിനേക്കാളും കുറച്ചുകൂടെ പേടി കൂടിയിട്ടുണ്ട് ഗൈസ്, രാത്രി ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ചെറിയൊരു ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാം. ഓക്കെ ഗൈസ്, ആണ്ടേ നമ്മുടെ സുമതി വളവ് ആണ്ടേ ആ കാണുന്നതാണ് ഗൈസ് നമ്മുടെ സുമതി വളവ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ആ കാണുന്നതാണ് ഗൈസ് നമ്മുടെ സുമതി വളവ്. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോളിങ് പോകുന്ന ഗൈസ് അതാണ് സുമതി വളവ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ ഇതാണ്ട് വണ്ടി തന്നെ ഓഫായി ഗൈസ്. ഇതാണ്ട് ഗൈസ്, അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കണം. ഓക്കെ ഗൈസ്, ഇതാണ്ട് ഗൈസ് വണ്ടി താഴത്തോട്ട് പോകുന്നു ഗൈസ്, എന്തോ അറിയത്തില്ല ഗൈസ്, പോയി. അപ്പോൾ ഗൈസ് വണ്ടി താഴോട്ടൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയൊക്കെയോ ഞാൻ പിന്നെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെ ഞാൻ പിന്നെ വണ്ടിക്കകത്ത് കയറി സെറ്റായിട്ട് ഗൈസ് നമ്മൾ പെട്ടെന്ന് എന്തായാലും സുമതി വളയിൽ നിന്ന് പോവാണ് ഗൈസ്. ഞാനിപ്പോൾ മിററിൽ കൂടെ ഒരു സംഭവം കണ്ടു ഗൈസ്. അത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതോ അത് വീഡിയോയ്ക്കകത്ത് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വണ്ടി താഴോട്ടൊക്കെ പോയി ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വണ്ടി താഴോട്ട് പോയ സമയത്ത് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും നമ്മൾ നേരെ സിറ്റിയിലോട്ടായി ഗൈസ്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. ഓ ഗൈസ് വണ്ടി ഇടിച്ചപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ മറ്റൊരു കാണുന്നതിന് ബൈ.